നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വിക്ടർ ജോസഫ്. പ്രധാന വാർത്തകൾ. ചെങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയ പ്രവർത്തനങ്ങൾക്കും പൂഴിക്കടവുകളിലെ അഴിമതിക്കുമെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ UDF ധർണ. വെള്ളിമൂങ്ങുകളെയും ഇരുതലമൂരികളെയും വെറുതെ വിടുക, ബോധവൽക്കരണവുമായി വനം വകുപ്പ്. പട്ടുനൂൽ കൃഷിയിൽ സ്വപ്നം നെയ്ത് അമ്പായത്തോട്ടിലെ സരിശ്രീ സംഘങ്ങൾ. വാർത്തകൾ വിശദമായി. ചെങ്ങളായി പഞ്ചായത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കെതിരെയും പൂഴിക്കടവുകളിലെ അഴിമതിക്കെതിരെയും UDF ചെങ്ങളായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. KT വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന സ്വജന പക്ഷപാതത്തിനെതിരെ UDFന്റെ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ധർണയാണിത്. ഞങ്ങൾ പലപ്പോഴും പല പൊതുയോഗങ്ങളിലും ഈ പഞ്ചായത്ത് അധികൃതർ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര പറഞ്ഞാലും ഒരു കാരണവശാലും പട്ടിയുടെ വാറിൽ ഓടക്കുഴൽ ഇട്ട് കഴിഞ്ഞാൽ അത് 12 കൊല്ലം കഴിഞ്ഞാൽ ഓടക്കുഴൽ നിർത്താനും അതിങ്ങനെ വളഞ്ഞു തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും അതൊന്നും വകവയ്ക്കാത്ത അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി ചെങ്ങളായി പഞ്ചായത്ത് മാറിയിരിക്കുന്നു. KP മൊയ്തീൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. AV ഗോവിന്ദൻ, ഷഹുൽ ഹമീദ് ഹാജി, മനോജ് പാർക്കാടി, VC ഖാദർ, MV ആദംകുട്ടി എന്നിവർ സംസാരിച്ചു. വന്യജീവികളെ വേട്ടയാടുന്നതിനെതിരെ പോസ്റ്റർ പ്രചരണവുമായി വനം വകുപ്പ് രംഗത്തെത്തി. വെള്ളിമൂങ്ങ, ഇരുതലമൂരി തുടങ്ങിയ ജീവികളെ വേട്ടയാടുന്നത് തുടർക്കഥയായതോടെയാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രചരണം ആരംഭിച്ചത്. ഇവയെ കണ്ടെത്തുന്നവർ വനം വകുപ്പിന്റെ 180042547333 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരമറിയിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്ര ആമ തുടങ്ങിയ ജീവികളുടെ വേട്ട കൂടുതലായതോടെ ഇവയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് വനം വകുപ്പ് പ്രചരണ പരിപാടി രംഗത്തെത്തിയതെന്ന് ആർളം വൈൽഡ് ലൈഫ് വാർഡൻ KB ഉത്തമൻ പറഞ്ഞു. ദിവ്യമായ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള തരത്തിലാണ് ഇതിനെ വേട്ടയാടുന്നതെന്നുള്ള സൂചനയാണ് കിട്ടിയിട്ടുള്ളത്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടുന്ന പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. കേരളത്തിൽ ധാരാളം എല്ലാ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് ജനങ്ങളെ ഈ തെറ്റായ ഈ ധാരണയിൽ നിന്നും മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ ജീവികളെ സംരക്ഷിക്കുക എന്നുള്ള സന്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഇതെല്ലാം തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ പൈസ ആഗ്രഹിച്ചു പോകുന്നവർ പക്ഷേ ജയിലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അത് ജനങ്ങൾക്കുള്ള ഒരു വാണിംഗ് കൂടി നൽകുക എന്നുള്ളതാണ് ഈ പോസ്റ്റുകൾക്കുള്ള ഉദ്ദേശം. തീർച്ചയായിട്ടും ഇതിന് ഫലം കണ്ടെത്തിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ വെള്ളിമൂങ്ങുള്ള പുഴ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അത് വിവരം കിട്ടുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവയെ പല വിധത്തിലും മറ്റുള്ള ആക്രമണത്തിന് വിധേയമാകുമ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ തന്നെയും കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വന്യജീവികളെ വേട്ടയാടുന്നതും പരിക്കേൽപ്പിക്കുന്നതും അനധികൃതമായി കൈവശം വയ്ക്കുന്നതും വിപണനം നടത്തുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാനുള്ള കുറ്റമാണെന്ന് പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പോസ്റ്റർ പതിച്ചതിന്റെ ഫലമായി ഈ ജീവികളോടുള്ള ആൾക്കാരുടെ സമീപനം മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ജീവികളെ കണ്ടെത്തുന്നവർ 180024254733 എന്ന ടോൾ ഫ്രീ നമ്പറുമായി ബന്ധപ്പെടണമെന്ന് പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക തകർച്ചയ്ക്കിടയിൽ പട്ടുനൂൽ കൃഷിയിലൂടെ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ് അമ്പായത്തോട്ടിലെ ഒരു കൂട്ടം കർഷകർ. സെറി ഫെഡിന്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ട 13 സെറി സംഘങ്ങളിലെ കർഷകരാണ് ഇവിടെ പട്ടുനൂൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 13 സെറിശ്രീ സംഘങ്ങളാണ് അമ്പായത്തോട്ടിൽ പട്ടുനൂൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 4 അംഗങ്ങളുള്ള ഒരു സംഘം 1 ഏക്കറിൽ മൾബറി കൃഷി നടത്തിയിരിക്കണം. സംഘത്തിന് വിവിധ ഘട്ടങ്ങളിലായി 1 ലക്ഷത്തോളം രൂപ സെറിഫെഡ് സബ്സിഡിയായി നൽകും. വേര് പിടിപ്പിച്ച മൾബറി തൈകൾ സെറിഫെഡ് നൽകും. 4 മാസം കഴിയുമ്പോൾ പട്ടുനൂൽ പുഴുവിന്റെ മുട്ടകളെയും സെറിഫെഡ് നൽകും. 10 മുട്ടയ്ക്ക് 3 രൂപയാണ് വില. ഈ മുട്ടകൾ വിരിയുന്നതുവരെ കറുത്ത പേപ്പറിൽ പൊതിഞ്ഞ് ട്രേകളിൽ സൂക്ഷിക്കും. വിരിഞ്ഞ പുഴുക്കളെ പുതിയ ട്രേകളിലാക്കി 6 ദിവസം സൂക്ഷിക്കും. ഇതിനെ ടാക്കി സ്റ്റേജ് എന്നാണ് പറയുക. പിന്നീട് തയ്യാറാക്കിയ റാക്കുകളിലേക്ക് മാറ്റും. 22 ദിവസമാകുമ്പോഴേക്കും പുഴുക്കൾ പട്ടുനൂൽ നിർമ്മാണം ആരംഭിക്കും. 3-4 ദിവസം കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കും. 5-6 ദിവസം കൊണ്ട് ഈ കൊക്കോണുകൾ വിൽപ്പനയ്ക്ക് തയ്യാറാകും. കർഷകർ ജില്ലാ സെറികൾച്ചർ ഓഫീസിലാണ് ഈ കൊക്കോണുകൾ വിൽക്കുന്നത്. കിലോയ്ക്ക് 170 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നു. ആദ്യ വിളവെടുപ്പിൽ 90 കിലോ വരെ 1 ഏക്കറിൽ നിന്ന് ലഭിച്ചതായി കർഷകർ പറയുന്നു.
പഞ്ചായത്തിൽ എത്ര സംഘങ്ങൾ മേടിച്ചത്? ഇപ്പോൾ 13 സംഘങ്ങളും നടത്തുന്നുണ്ട്. ചെറിയ വീടിന്റെ ധനസഹായം വേണ്ട. അതെ. എത്ര രൂപ സബ്സിഡി വരുന്നുണ്ട്? സബ്സിഡി ഒരു 1,00,000 രൂപ. പ്ലാന്റേഷൻ വകുപ്പ് 25,000, ഷെഡിന് 50,000, ബാക്കി 25,000 രൂപ, 1,00,000 രൂപ സബ്സിഡി വരുന്നുണ്ട്. 1,00,000 രൂപ സബ്സിഡി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കൃഷി ആദായമാണ്? ഞാൻ കൃഷി തുടങ്ങിയിട്ട് 1 വർഷമായി. കഴിഞ്ഞ 2008 നവംബർ മാസം 20-ാം തീയതി തുടങ്ങിയാണ്. ഇപ്പോൾ ഏറെക്കുറെ 1 വർഷത്തോളമാകുന്നു. ഏറെക്കുറെ 50 കിലോ കൊക്കോണ് കൊടുത്തു കഴിഞ്ഞു. അതിലെനിക്ക് ഏറെക്കുറെ ഒരു 65,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഒരു കിലോ കൊക്കോണ് എത്ര കിട്ടുന്നുണ്ട്? ഏറെക്കുറെ 170 രൂപ. നല്ല ക്വാളിറ്റി ഉള്ള നിങ്ങളുടെ കൊണ്ട് കൊടുക്കുന്നത്? ഞാൻ കണ്ണൂർ സർവീസ് ഓഫീസ്. കണ്ണൂർ സർവീസ് ഓഫീസിലാണ്. വർഷത്തിൽ 5 തവണ വിളവെടുക്കാൻ കഴിയും. അധികം അധ്വാനം ആവശ്യമില്ലെങ്കിലും അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഈ കൃഷി മറ്റു കൃഷികൾ വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭകരമാണെന്നും കർഷകർ പറയുന്നു. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 1,30,000 രൂപ വരെ ലാഭം കിട്ടും എന്നാണ് അനുഭവത്തിൽ തുടങ്ങിയിരുന്നത്. ഒരേക്കറിൽ നിന്ന് ഒരു 5 പ്രാവശ്യം ഒരേക്കറിൽ 5,000 തൈ നടണം. നട്ട് ചെടി സംരക്ഷിക്കുകയാണെങ്കിൽ 5 പ്രാവശ്യം വിളവെടുപ്പ് നടത്താം. ഓരോ പ്രാവശ്യവും ഒരു 100 മുട്ട വെക്കാൻ പറ്റുകയില്ല. അതായത് ചെടിയുടെ എണ്ണം പ്രധാനമാണ്. വളപ്രയോഗം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1,00,000 മേലെ വരെ നമുക്ക് ലാഭകരമായി കിട്ടും. ഒരു വർഷം ഒരേക്കറിൽ നിന്ന് 1,00,000 മുതൽ 1,30,000 രൂപ വരെ വരുമാനം ലഭിക്കുമെന്നാണ് ഇവരുടെ സാക്ഷ്യം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റി രജത ജൂബിലി വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫോട്ടോ എക്സിബിഷൻ പ്രശസ്ത സംഗീതജ്ഞൻ പയ്യാവൂർ ഉണ്ണികൃഷ്ണൻ, പൊതുസമ്മേളനം പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ പി കെ ഗോവിന്ദനും ഉദ്ഘാടനം ചെയ്തു. ജോസേട്ടൻ നഗറിൽ നടന്ന യോഗത്തിൽ ഷൈജു ശ്രീകണ്ഠാപുരം അധ്യക്ഷത വഹിച്ചു. തൊഴിൽ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ AKPA മെമ്പർമാരെ ആദരിച്ചു. പ്രതിനിധി സമ്മേളനം AKPA സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. PP ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV ബാലൻ, പ്രജിത് കണ്ണൂർ, മോഹനൻ മുളിക്കൽ, സുബൈർ സൂപ്പർവിഷൻ, PP ജയകുമാർ എന്നിവർ സംസാരിച്ചു. കീഴ്പള്ളി PHC വാർഡ് തല ശുചിത്വ കമ്മിറ്റി പഞ്ചായത്തിലെ 4-8 വാർഡുകളെ കുടുംബശ്രീ യൂണിറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ അത്തിക്കൽ മുതൽ വെളിമാനം വരെയുള്ള റോഡ് പരിസരം ശുചീകരിച്ചു. ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ, ആലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT കുര്യൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പുരുഷോത്തമൻ, R നിതിൻ, KS ഗിരിജ, PD മോളി, ലീലാമ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ഇപ്പൊ ഇവിടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന എലിപ്പനി, ഡെങ്കിപ്പനി, ഈ വക രോഗങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ക്ലീനിങ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രം. ഇതിനെ തുടർന്ന് അങ്ങോട്ടും ഈ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വൃത്തിയാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലാജാഥ കാസർഗോഡ്, വയനാട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിൽ പ്രവേശിച്ചു. റാഗിങ്ങിനും വർഗീയതയ്ക്കും അധിനിവേശത്തിനുമെതിരെയാണ് സർവകലാശാല യൂണിയൻ ക്യാമ്പസ് ഡിഫൻസ് എന്ന പേരിൽ കലാജാഥ സംഘടിപ്പിച്ചത്. ജില്ലയിലെ ക്യാമ്പസുകളിൽ പര്യടനം തുടങ്ങിയതിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം SCS കോളേജിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കാസർഗോഡ് ഗോവിന്ദപ്പൈ കോളേജിൽ നിന്ന് ആരംഭിച്ച ജാഥ കാസർഗോഡ്, വയനാട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിലെ ക്യാമ്പസുകളിൽ പര്യടനം തുടങ്ങിയതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് SCS കോളേജിൽ സ്വീകരണം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയ പ്രവർത്തനങ്ങൾക്കും പൂഴിക്കടവുകളിലെ അഴിമതിക്കുമെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ UDF ധർണ. വെള്ളിമൂങ്ങുകളെയും ഇരുതലമൂരികളെയും വെറുതെ വിടുക, ബോധവൽക്കരണവുമായി വനം വകുപ്പ്. പട്ടുനൂൽ കൃഷിയിൽ സ്വപ്നം നെയ്ത് അമ്പായത്തോട്ടിലെ സരിശ്രീ സംഘങ്ങൾ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.